നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ കളത്തിലേക്ക് എത്താൻ പോവുകയാണ്. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിലാണ് മുൻ ഇതിഹാസ താരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി വീണ്ടും പാഡ് അണിയുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ ഇതിഹാസ താരങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രയാൻ ലാറ, കുമാർ സംഗക്കാര, ജാക്ക് കാലിസ് തുടങ്ങിയ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒട്ടുമിക്ക താരങ്ങളും വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുകയാണ്. ഫെബ്രുവരി 22-നാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. നവി മുംബൈ, രാജ്കോട്ട്, റായ്പൂർ എന്നിവിടങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ഫൈനലും നോക്കൌട്ടും റായ്പൂരിലാണ് നടക്കുന്നത്. മാർച്ച് 16-നാണ് ഫൈനൽ പോരാട്ടം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കുന്നതാണ്. 6 ടീമുകളാണ് പ്രധാനമായും മത്സരിക്കുന്നത്. ഏതൊക്കെ താരങ്ങളാണ് ടീമുകളിൽ ഉണ്ടാവുക എന്നത് ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും സച്ചിന്റെ കീഴിലാകും ഇന്ത്യ കളിക്കുകയെന്നാണ് ഉറപ്പായിരിക്കുന്നത്. ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഇന്ത്യ മാസ്റ്റേഴ്സും ശ്രീലങ്ക മാസ്റ്റേഴ്സും തമ്മിലുള്ള പോരാട്ടത്തിലൂടെയാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യ മാസ്റ്റേഴ്സിന് നയിക്കുന്നത്. കുമാർ സംഗക്കാരയ്ക്ക് കീഴിലാണ് ശ്രീലങ്ക മാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പാഡ് അണിയുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഓപ്പണറായി ഒരിക്കൽ കൂടി സച്ചിൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് ആരാധകരെ സംബന്ധിച്ച ആവേശകരമായ കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാ മത്സരങ്ങളും സച്ചിൻ കളിക്കാൻ സാധ്യത ഇല്ല. കൈയുടെ വേദന കാരണം സച്ചിന് ക്രിക്കറ്റ് കളിക്കുന്നതിൽ പ്രയാസമുണ്ട്. എന്നാൽ ആരാധകരുടെ ആഗ്രഹം പരിഗണിച്ച് സച്ചിൻ വീണ്ടും കളത്തിലേക്ക് എത്തുന്നു എന്നാണ് അറിയുന്നത്. വീരേന്ദർ സേവാഗ്, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ, ഇർഫാൻ പഠാൻ, യൂസഫ് പഠാൻ എന്നിവരെല്ലാം ടൂർണമെന്റ് കളിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീലങ്ക മാസ്റ്റേഴ്സ് ടീം നായകനായ കുമാർ സംഗക്കാരയും എല്ലാ മത്സരങ്ങളും കളിച്ചേക്കില്ല. റോയൽസിന്റെ പരിശീലക സംഘത്തിന്റെ ഭാഗമാണ് സംഗക്കാര. അതുകൊണ്ട് തന്നെ സംഗക്കാര ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വൈകാതെ പോയേക്കും. ദക്ഷിണാഫ്രിക്കയെ നയിക്കുന്നത് മുൻ ഇതിഹാസ ഓൾറൗണ്ടറായ ജാക്ക് കാലിസ് ആണ്. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ മികവ് കാട്ടാൻ ശേഷിയുള്ള കാലിസ് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടറാണെന്ന് തന്നെ നിസ്സംശയം പറയാം. സൗത്ത് ആഫ്രിക്ക മാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ ശ്രീലങ്കൻ മാസ്റ്റേഴ്സ് ആണ്. ഓസ്ട്രേലിയയെ നയിക്കുന്നത് മുൻ സ്റ്റാർ ഓൾറൗണ്ടറായ ഷെയ്ൻ വാട്സൺ ആണ്. 3 ഫോർമാറ്റിലും ഓസീസിനായി കസറിയ വാട്സൺ IPL ഉൾപ്പെടെയുള്ള T20 ലീഗുകളിലും ശ്രദ്ധേയ പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ്. ഇപ്പോൾ അവതാരകന്റെയും കമന്റേറ്ററിന്റെയും ഒക്കെ റോളുകളിൽ വാട്സൺ ക്രിക്കറ്റിൽ സജീവമായി നിൽപ്പുണ്ട്. ഇതിനിടെ വീണ്ടുമാണ് അദ്ദേഹം മൈതാനത്തിലേക്ക് കാലുറപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിനെ നയിക്കുന്നത് ഓയൻ മോർഗൻ ആണ്. ഇളം കൈൻസ് ബാറ്ററായ ഓയൻ മോർഗൻ വിരമിച്ച ശേഷം അവതാരകന്റെ റോളുകളിൽ ക്രിക്കറ്റിലുണ്ട്. ഒരു കാലത്ത് വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ഞെട്ടിച്ച താരമാണ് മോർഗൻ. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യം തന്നെയാണ്. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മുൻ താരങ്ങളുടെ മത്സരത്തിന് വലിയ സ്വീകാര്യത ആരാധകർക്കിടയിൽ ലഭിക്കുന്നുണ്ട്. സച്ചിനെയും സേവാഗിനെയും ലാറയെയും സംഘക്കാരെയും എല്ലാം വീണ്ടും കളത്തിൽ കാണാൻ സാധിക്കുന്നത് ആരാധകർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. വിരമിച്ചവരുടെ മത്സരങ്ങളാണെങ്കിലും ചിലപ്പോഴെല്ലാം മത്സരങ്ങൾക്ക് വീറും വാശിയും വരാറുണ്ട്. പരസ്പരം താരങ്ങൾ വാക്കേറ്റം നടത്തുന്നത് വരെ കഴിഞ്ഞ ടൂർണമെന്റുകളിൽ കണ്ടിരുന്നു. എന്തായാലും വമ്പൻ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്രിക്കറ്റ് ലോകം.